അമേരിക്ക പൊതുവിൽ വലിയ ജനാധിപത്യ ബോധമുള്ള മനുഷ്യാവകാശ ബോധമുള്ള ഒരു സൊസൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതേ സൊസൈറ്റി തന്നെയാണ് ലോകത്ത് പല ഭാഗങ്ങളിലെ അധിനിവേശങ്ങൾക്കും അതിനെ ചൂടുപിടിച്ചുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമൊക്കെ അംഗീകാരം കൊടുത്തതെന്നുള്ള വസ്തുത അവിടെ വേറെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പൊതുവിൽ ഇങ്ങനെയാണ് വിവക്ഷിക്കപ്പെടുക. അവിടെ ഈ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ അമിതാധികാര പ്രവണത, മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, അതുപോലെ ഈ എന്താ പറയുക വളരെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഇതൊക്കെ അത്ര എളുപ്പം സാധ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. അതുപോലെ ബർത്ത് റൈറ്റ്, സിറ്റിസൺഷിപ്പ് എന്നുള്ളത് അവിടുത്തെ ഒരു ബർത്ത് റൈറ്റ് ആയിരുന്നു. അത് ഭരണഘടനാദത്തമായ അവകാശമാണ്, അത് പിൻവലിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ക്ലൈമറ്റ് ഉച്ചകോടി എഗ്രിമെൻറ്റ്, പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്നതിനുള്ള വഴി ആലോചിക്കാൻ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നു. ഈ ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. ഇപ്പോൾ ചൈനയും കാനഡയും മെക്സിക്കോ ആയിട്ടുള്ള ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി ഉൾക്കൊള്ളുക? അല്ല, നമ്മൾ ഈ ആഗോളതലത്തിൽ തന്നെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിനുണ്ടായിരിക്കുന്ന ഒരു അപജയം മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഇപ്പൊ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഓൾഡസ്റ്റ് ഡെമോക്രസി എന്നാ പറയുന്നത്. അങ്ങനെ ഓൾഡസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്ന അമേരിക്കയിൽ ഉൾപ്പെടെ ജനാധിപത്യത്തിന് വലിയ അപജയം സംഭവിച്ചിട്ടുണ്ട്. ആ അപജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ്. അത് ആഗോളവൽക്കരണം ഒന്ന്, അവിടുത്തെ മുതലാളിമാരെ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിച്ചു. പുറത്തുള്ള ഒരുപാട് ആളുകളെ ഈ അമേരിക്കയിലേക്ക് കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ ഇതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ്? അമേരിക്കയിലെ അവിടുത്തെ വ്യവസായികൾ അവിടെ നിന്നപ്പോ ഉണ്ടായിരുന്ന ആനുകൂല്യം അമേരിക്കക്കാർക്ക് നഷ്ടപ്പെട്ടു. രണ്ട്, പുതിയതായിട്ടുള്ള ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വന്ന ആളുകൾ വന്നപ്പോൾ വീണ്ടും അവർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയിലെ സാധാരണക്കാരും. അപ്പൊ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള സംഗതികളുടെ ഫലമായിട്ടും ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയും അവിടെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള, അത് അമേരിക്കയിൽ മാത്രമല്ല, എല്ലാ പാശ്ചാത്യ ലോകത്തും ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ മറ്റുള്ള ആളുകൾ, ഈ കുടിയേറ്റക്കാരെന്ന് പറയുന്ന വിഭാഗങ്ങൾ അവിടേക്ക് വരികയും അമേരിക്കൻ മുതലാളിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി, ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി കൂടുതൽ ലാഭവും സമ്പത്തും ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് അമേരിക്കയിലെ മധ്യവർത്തികളായ ജനങ്ങളാണ്. അപ്പൊ അവർക്ക് ഈ ഭരണകൂടത്തോട്, അതായത് എല്ലാം ഈ മുതലാളിമാരാണ് ചെയ്യുന്നതെങ്കിലും ഭരണകൂടത്തിനാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വരുന്നത്. അപ്പൊ ഈ ഭരണകൂടമാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് വരുത്തി തീർക്കുന്നതിൽ ഇത്തരം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ, ട്രംപിനെ പോലെയും അർജന്റീനയിലെ എയർ മെലയെ പോലെയും ബ്രസീലിലെ ബൊൾസനാരോയെ പോലെയും ഒക്കെയുള്ള നേതാക്കൾ ഇത് വിജയിച്ചു. അതായത് ഇത് മറ്റുള്ളവരാണ്, ദി അതർ ഈസ് യുവർ എനിമി എന്ന് പറയുന്ന തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ ഇത്തരം പ്രത്യയശാസ്ത്രം. ഇപ്പൊ നമുക്കറിയാം 2016 മുതൽ 20 വരെ അധികാരത്തിലിരുന്ന ട്രംപ് തോറ്റിട്ടും ട്രംപിന്റെ പിന്തുണയിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ പിന്തുണയിൽ കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട്, അതായത് ഈ ഇമിഗ്രേഷൻ ഈ അനധികൃത കുടിയേറ്റം കുറച്ചാൽ നിലവിൽ കുടിയേറി വന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് ധരിപ്പിക്കുന്നതിൽ വരെ അവർ വിജയിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ വംശജർ, ഇപ്പൊ ലത്തീൻ അമേരിക്കക്കാര്, ബ്ലാക്ക് ആഫ്രിക്കൻസ്, നമ്മുടെ ആൾക്കാർ ഉൾപ്പെടെ ട്രംപിന് വോട്ട് ചെയ്തു തവണ. അപ്പൊ അങ്ങനെ, അതായത് ഈ ജനാധിപത്യം എന്ന് പറയുന്നതല്ല, മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയമായി ലോക രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. അവിടെ ജനാധിപത്യവും മതേതരത്വവും അല്ലെ മനുഷ്യാവകാശത്തിനൊന്നും വലിയ വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ റെട്രിക്, അതായത് എല്ലാം പ്രഖ്യാപിക്കാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ എന്റെ ഒന്നാമത്തെ ദിവസം 1,10,00,000 വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് കുടിയിറക്കും എന്നാ പറഞ്ഞത്. മനസ്സിലായി? അപ്പം കുടിയിറക്കാനുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. കുടിയിറക്കാൻ അത്ര ഈസിയാണോ? 1,10,00,000 ആളുകളെ, അതിൽ 8,00,000 ആളുകൾ ഇന്ത്യക്കാരാണ്. അങ്ങനെയുള്ള ഇത്ര ആളുകളെ എങ്ങോട്ട് കുടിയിറക്കും, ആര് കുടിയിറക്കും, എങ്ങനെ കുടിയിറക്കും? അവിടുത്തെ നിയമവ്യവസ്ഥ ഒന്നും പെട്ടെന്ന് അനുവദിക്കുന്നില്ല. ഇതങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേട്ട ആൾക്കാർ കൈയടിക്കുകയാണ്. കൈയടിക്കാതെ തന്നെ വോട്ടും ചെയ്തു. ഇന്നിപ്പോ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എന്താ? അതായത് ഈ അമേരിക്കയിൽ അനധികൃതമായോ അല്ലാതെയും വന്ന H1B വിസയിലൂടെ വന്ന മാതാപിതാക്കൾക്ക് കുട്ടികൾ അവിടെ ഉണ്ടായാൽ അവിടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കും. അതോടെ തന്നെ അത് 1868 14-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണത്.
അത് പിന്നെ അത് ഇദ്ദേഹം പറയാണ് ഞാനത് നിർത്തലാക്കാൻ എങ്ങനെ പറ്റും? അമേരിക്കൻ ഭരണഘടന പിന്നെ ഭേദഗതി ചെയ്താൽ മാത്രമേ അത് നിർത്തലാക്കാൻ കഴിയൂ. അല്ലാത്തടത്തോളം അത് പറ്റില്ല. അമേരിക്കൻ ഭരണഘടന ഭേദഗതി എന്നപ്പോൾ 200-ലേറെ വർഷം 225ഓളം വർഷം പഴക്കമുണ്ട് അമേരിക്കൻ ഭരണഘടനയ്ക്ക്. അമേരിക്കൻ 225ഓളം വർഷം പഴക്കമുള്ള ഭരണഘടന ഇതുവരെ 26 തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രമാത്രം റിജിഡാണ് ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ. പിന്നെ 2/3 ഭൂരിപക്ഷം വേണം. പിന്നെ പാർലമെന്റിൽ പിന്നെ 2/3 പിന്നെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. ചിലപ്പോൾ 4-3 സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. ഇങ്ങനെയുള്ള വളരെ റിജിഡായിട്ടുള്ള നയങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയുള്ള അത് കേൾക്കുമ്പോൾ ഉടനെ കൈയടിക്കുകയാണ്. ഇത് നടപ്പിലാവോ? ഇത് ഈ പരിപാടി എന്തെങ്കിലും നടപ്പിലാവുന്നതാണോ എന്നുള്ളതാണ് ആലോചിക്കാതെയാണ് ഈ പറഞ്ഞ ഈ മാസ് സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് കൈയടിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഈ പറയുന്ന തരത്തിൽ പ്രവർത്തിക്കൽ വളരെ വളരെ പാടാണ്. അങ്ങനെയുള്ള പ്രയാസം ഇനി അങ്ങോട്ടാണ് മുമ്പോട്ട് പോകുമ്പോൾ. ഇപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് പാരീസ് കരാറിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ WTO നിന്ന് അദ്ദേഹം പിന്മാറും എന്ന് പറയുന്നു. മെക്സിക്കോയുടെ ബോർഡറിൽ എമർജൻസി ഇപ്പോ തന്നെ, അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ പറഞ്ഞ മെക്സിക്കോ ബോർഡറിൽ വളരെ ശക്തമായ പിന്നെ ബോർഡർ പ്രൊട്ടക്ഷൻ നടത്തുകയും ഒരുപാട് ആളുകളെ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ പിന്നെ കണ്ടില്ല കേട്ടില്ല നടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രഖ്യാപനങ്ങളും നടത്തുന്നത്. അത് കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് സ്ഥിരം ശൈലിയാണല്ലോ. എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയുക, അത് പിന്നെ നടക്കുന്നുണ്ടോ ഇല്ലെന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ.